ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മുൻപിൽ ഒരു വഴിയും കാണാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വഴിയില്ലാത്തതുകൊണ്ട് നിരാശപ്പെട്ട് അങ്ങനെ വഴിവിട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു വഴിയല്ല, ഒന്നിലധികം വഴികൾ തുറക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കൈകളിൽ വഴിയുണ്ട്. 54-ാം സങ്കീർത്തനം ഒരത്ഭുതകരമായ രക്ഷപ്പെടലാണ്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവഭക്തൻ്റെ മുൻപാകെ ദൈവം തുറന്ന അത്ഭുതകരമായ ചില വഴികൾ, ആ വഴികൾ ഇന്നും തുറക്കാൻ ദൈവം ശക്തനാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ ഇന്ന് ഈ ദൈവജന സന്ദേശത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 54-ാം സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്, ദൈവാശ്രയവും വിശ്വാസവുമുണ്ട്. ദൈവം ഉപകാരം ചെയ്യാൻ പോകുന്നതോർത്ത് നന്ദിയോടെയുള്ള സ്തോത്രമുണ്ട്. ഏറ്റവും ഒടുവിൽ ദൈവം ചെയ്ത വിടുതലുകളുമുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ വഴിമുട്ടി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടാകാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രഭാതത്തിൽ എന്നെ ഒരു വ്യക്തി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞ, ദൈവദാസനെ, ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് ഞാൻ മരിക്കാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. രാത്രിയിൽ ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്ത് TV കാണാനായിട്ട് നോക്കിയപ്പോൾ ആ TV കേടായി പോയതുകൊണ്ട് യൂട്യൂബിൽ മറ്റെന്തെങ്കിലും കാണാമെന്ന് വെച്ചപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നേറാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു ദൈവജന സന്ദേശം ഞാൻ കണ്ടു. എൻ്റെ ആത്മഹത്യ പ്രേരണ മാറി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഒരു ബ്രദറുണ്ട് തൃശ്ശൂരിനപ്പുറത്തൊരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ പലരും ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇനിയൊരു വഴിയുമില്ലാത്തത് കൊണ്ട് നിൽക്കുമ്പോൾ സ്നേഹത്തോടെ ഞാൻ പറയാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവന് ഒരു വഴിയല്ല, എല്ലാ വഴികളും അടയപ്പെട്ടാലും ഒന്നിലധികം വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് കഴിയും. അതൊക്കെ അനുഭവിച്ചും അതേ ജീവിതത്തിൽ അതൊക്കെ കണ്ടും മുൻപോട്ട് പോകുന്നവരാണ് ഞങ്ങളൊക്കെ. പലരും വഴി അടയ്ക്കാൻ ശ്രമിക്കും, തുറന്ന വഴികൾ അടപ്പിക്കാൻ നോക്കും. പക്ഷേ അതൊന്നും നമ്മുടെ ദൈവത്തിന് ഒരു വിഷയമേ അല്ല. വളരെ വേഗം 54-ാം സങ്കീർത്തനത്തിലെ ചില ആത്മിക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത്ഭുതകരമായ ഒരു ദൈവിക വഴി നിസ്സഹായനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം തുറന്നു. എന്താണ് ആ പശ്ചാത്തലമെന്ന് ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം വഴികൾ തെളിഞ്ഞു വരണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. 1, പ്രാർത്ഥന, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ധൈര്യവും. 4-ാമത്തെയും 5-ാമത്തെയും വാക്യം. 6-ാമത്തേത്, വിടുതൽ മുന്നിൽ കണ്ടില്ലെങ്കിലും വിടുതലിനായി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. എന്താണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം? ഈ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, സീഫിയർ വന്ന് ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1 ശമൂവേൽ 23-19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ സാവധാനം വായിച്ചു നോക്കുക. ആ വാക്യങ്ങളുടെ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ഒരു സംഗ്രഹം ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിവുള്ള കാര്യമാണ്, ദാവീദിനെ പിടിക്കാനായിട്ട് ശൗല് ഇങ്ങനെ പിന്നാലെ യാത്ര ചെയ്തപ്പോൾ ലക്ഷ്യമൊന്നുമില്ലാത്തവനായി എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മൊത്തം അനിശ്ചിതത്വമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിലും ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. അങ്ങനെ അദ്ദേഹം സീഫ് മലനാട്ടിലെ ദുർഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒളിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സീഫിയർ ദാവീദ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി രാജാവായ ശൗലിന് വിവരം കൊടുത്തു. അതായത് ചാരപ്പണി ചെയ്തു. ഈ വാർത്ത കേട്ടപ്പോൾ ശൗല് സീഫിനോട് പറയുന്നു, നിങ്ങൾ അവൻ്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചിട്ട് വിവരം എന്നെ കൃത്യമായിട്ട് അറിയിക്കണം. അവനൊരു ഭയങ്കര ഉപായിയാണ്, അവൻ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ദാവീദിനെ പിന്തുടർന്ന് പിടിക്കാനായിട്ട് ശൗലും തൻ്റെ ആയുധവാഹകരും വലിയൊരു സൈന്യവും ഈ സീഫ് മലനാട്ടിലേക്ക് പോയി.
ദാവീദ് അവിടെ നിന്ന് മാവോൻ മരുവിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ദാവീദ് പെട്ടു. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പർവ്വതത്തിൻ്റെ ഇങ്ങേ സൈഡിൽ ശൗലും പടയാളികളും, അങ്ങേ ഭാഗത്ത് ദാവീദ്. വചനം വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദാവീദ് ഏകദേശം പിടിക്കപ്പെട്ടു, അല്ല, ദാവീദ് പിടിക്കപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആ മനുഷ്യന് വേണ്ടി ഒരുക്കിയൊരു പദ്ധതി എന്താണെന്നറിയാമോ? പെട്ടെന്ന് ഒരു സന്ദേശം ശൗലിന് ലഭിക്കുകയാണ്. ക്ഷണത്തിൽ വരിക, ഫെലിസ്ത്യർ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുന്നു. ദാവീദിനേക്കാൾ രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ദാവീദിനെ ആ സ്ഥലത്ത് വിട്ടിട്ട്, പ്രിയപ്പെട്ടവരെ, ഫെലിസ്ത്യരെ നേരിടാനായിട്ട് ശൗല് പിന്തിരിഞ്ഞു പോകുന്നൊരു രംഗമാണ് ആ രംഗമെന്ന് പറയുന്നത്. അപ്പം ശരിക്കും പിടിച്ചോ എന്ന് ചോദിച്ചാൽ പിടിച്ചു. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിലും അങ്ങനെയാണ്. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, എല്ലാം തീരാൻ പോവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദൈവം തുറന്ന വഴികൾ പോലും അടയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ഈ സങ്കീർത്തനം നമുക്കൊരു ഗുണപാഠമാണ്. എന്ത് ഗുണപാഠമാണ്! 3 കാര്യങ്ങളാണ് ദാവീദ് അവിടെ ചെയ്തത്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ വഴിയില്ലാത്തവരായി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഈ തിരുവചന സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാം, ജീവിതം അവസാനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പോലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. ഒന്നല്ല, ഒന്നിലധികം വഴികൾ തികഞ്ഞ ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കപ്പെടും. ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാം തകർന്നവരായിട്ടുള്ള അനേകരുടെ ജീവിതത്തിൽ വഴികൾ തുറന്ന് അവരിന്നും ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കുന്നതിനൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർ ദൃക്സാക്ഷികളാണ്. 54-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുക എന്നുള്ളതാണ്. വെറുതെ പ്രാർത്ഥിക്കുകയല്ല. ഇവിടുത്തെ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ, ദൈവമേ, നിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിൻ്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. ഇന്ന് നമ്മുടെ വിഷയം അതല്ലെങ്കിലും നമ്മൾ ഈ വചനം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ നാമത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ നാമത്തിൽ ഉറപ്പോടെ നിന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ വായിലെ വാക്കുകൾ ശ്രദ്ധിക്കണമേ. ദൈവമേ, എനിക്ക് ജീവഹാനി വരുത്താനായിട്ട് ഇതാ അനേകർ കടന്നു വരുന്നു. സത്യത്തിൽ ഈ നമ്മൾ ആ സങ്കീർത്തനം ശ്രദ്ധാപൂർവം പഠിക്കുമ്പോൾ വിടുവിക്കപ്പെട്ടതിന് ശേഷം എഴുതുന്നൊരു സങ്കീർത്തനമല്ല. ദാവീദ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സീഫിയർ ശൗലിനെ അറിയിച്ചെന്നും ശൗല് താമസിക്കാതെ എന്നെ പിടിക്കാൻ വരുമെന്നും മനസ്സിലാക്കിയപ്പോൾ ഒന്നാമത് താൻ ചെയ്തത് ദൈവമുമ്പിലേക്ക് ഈ ഒരു വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഒരു മറുപടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെക്കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവിനതെല്ലാം സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവകരങ്ങളിലേക്ക് ഈ വിഷയത്തെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേത് 4-ാമത്തെ വാക്യം, 4, 5 വാക്യങ്ങൾ, അത് വിശ്വാസമാണ്. പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തിങ്കലുള്ള നമ്മുടെ ആഴമായ വിശ്വാസം. എന്താണ് ആ വിശ്വാസം? ഇതാ, ദൈവം എൻ്റെ സഹായകൻ ആകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ച് കളയണമേ. എന്താണ് ഈ വാക്യങ്ങളുടെ അർത്ഥം? പ്രാർത്ഥനയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് താൻ മാറുകയാണ്. അവിടെ പറയുക, ദൈവം എന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ അനാഥത്വങ്ങൾ അനുഭവിക്കാറുണ്ട്, ഒറ്റപ്പെടലുകൾ അനുഭവിക്കാറുണ്ട്.
ജീവിതത്തിൽ നമ്മൾ തനിച്ചായി പോയതുപോലെ തോന്നും. നമ്മളെ സഹായിക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ള ചില ചിന്തകൾ നമ്മളെ വരിഞ്ഞു മുറുക്കും. ആ സമയത്ത് നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കണം. ഇതാ, കർത്താവ് എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്ത് എനിക്ക് തണലായിട്ടുണ്ട്. ആരും സഹായത്തിനില്ലെങ്കിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എൻ്റെ സകല വിഷയങ്ങളും പരിഹരിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. സഹായത്തിന് ദൈവമാണുള്ളത്. ശ്രദ്ധിക്കണേ, ഒരു രാജാവും ഭരണ സംവിധാനങ്ങളുമെല്ലാം ഒരു സാധാരണക്കാരനായ മനുഷ്യന് നേരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം രാജാതിരാജാവായ ദൈവത്തിങ്കലുള്ള തൻ്റെ ആശ്രയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയുക, കർത്താവ് എന്നോട് കൂടെയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും തൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, കർത്താവ് എനിക്ക് തുണ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് പോലും ഞാൻ രക്ഷ പ്രാപിച്ചു. ജീവിതത്തിൽ ആരും തുണയില്ലാതെ ഇരിക്കുമ്പോഴും സിംഹം പോലെയുള്ള ഈ ലോകത്തിലെ മനുഷ്യനും പൈശാചിക ശക്തികളുമെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പൈതലിനെ വിഴുങ്ങാനായിട്ട് വരുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ വചനത്തിൽ നിന്നുകൊണ്ട് പറയാം, കർത്താവ് തുണയാണ്. ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കുവാൻ, വിളിച്ചിറക്കിയിട്ട് ലക്ഷ്യത്തിലെത്തിക്കുവാൻ, എല്ലാം തകരുമെന്ന് ലോകം പറയുമ്പോഴും അത് തകരാതെ ഉറപ്പോടെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ കരം വിശ്വസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ പ്രാർത്ഥനയുണ്ടായി, 2 വിശ്വാസമുണ്ടായി. മൂന്നാമത്തേത് 6ാമത്തെ വാക്യമാണ്, സ്വമേധദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. വിടുതലുകൾ ലഭിക്കാതെ ഇരുന്നപ്പോഴും ലഭിക്കാൻ പോകുന്ന വിടുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അസാധ്യങ്ങളുടെ മുമ്പിൽ വഴിയില്ലാതെ നിൽക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായൊരു കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. മുമ്പിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ, മുഴുവൻ അനിശ്ചിതത്വങ്ങളാണ്, അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ദൈവമേ, നിന്റെ നാമം നല്ലതാണ്. ഈ സ്വമേധാദാനങ്ങൾ എന്ന് പറയുമ്പോൾ, സ്വമേധാദാനങ്ങൾ അർപ്പിക്കുക എന്ന് പറയുമ്പം ദൈവം ചെയ്ത ഉപകാരത്തിന് നന്ദിയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ് സ്വമേധാദാനങ്ങൾ. പക്ഷെ ഇവിടെ സ്വമേധദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കുമെന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ സീക്രട്ടാണ്. വിടുതൽ കിട്ടിയില്ല, ഒന്നും നടന്നിട്ടില്ല, ശത്രുക്കൾ പിന്തുടർന്ന് വരാൻ പോവുകയാണ്. അന്നേരവും അപ്പോഴും പറയുക, വിടുതൽ കിട്ടിയത് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണാലെ കണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്ര പ്രാർത്ഥനയുടെ ശക്തി എന്താ? ഞാൻ ഈ സ്തോത്ര പ്രാർത്ഥനയുടെ ശക്തി ഞാനിതിനെക്കുറിച്ച് കേൾക്കും. നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുമല്ലോ, അനുഭവങ്ങളിൽ നിന്നും വചനത്തിൽ നിന്നും. ഏറ്റവും കൂടുതൽ ദ പെന്തക്കോസ്ത് മിഷനിലുള്ള ആളുകൾ സ്തോത്ര പ്രാർത്ഥന നടത്താറുണ്ട്. അവർ പുലർച്ചെ 4 മണിക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ ഫീസിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ ഒരു സ്തോത്ര പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പോഴും ചെയ്യാറുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് ഫീസ് കൊടുത്തതിനായി സ്തോത്രം, വഴി തുറന്നതിനായി സ്തോത്രം, കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. ഞാനത് എനിക്ക് വിശ്വാസമൊന്നും ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ. ഞാനിത് നടക്കുന്നെങ്കിൽ നടക്കട്ടെന്ന് കരുതി ഞാൻ കേട്ടറിവ് വെച്ച് ചെയ്ത, പക്ഷേ ആ ചെയ്ത കാര്യം ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങളും ആർക്കെങ്കിലും അതൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, വിശ്വാസത്തോടെ ചെയ്യുക. ദൈവം പറഞ്ഞിട്ടുള്ള ആലോചനകളെ വിശ്വാസത്താലെ കണ്ട് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യമാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി നടത്തി തന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. കഴിഞ്ഞ ദിവസം UK നിന്നുള്ള ഒരു ജോസ് ബ്രദർ, പ്രിയ ബ്രദർ, തൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞു. അവർ UK ദൈവം അവരോടൊരു ആലോചന പറഞ്ഞതിനനുസരിച്ച് അവരൊരു വീടിന് വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ആ വിലയ്ക്ക് അവർക്ക് വീട് കിട്ടിയില്ല. ആ വീട് അവർക്ക് കിട്ടാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച്
വീട്ടിലേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അവർ ഓൺലൈനായി ഓർഡർ ചെയ്തു. വിശ്വാസത്തോടെ അവർ പ്രതീക്ഷിച്ച് ദൈവത്തിലെ ആശ്രയിച്ചു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവരാഗ്രഹിച്ച ആ വീട് ദൈവം അവർക്ക് വേണ്ടി നൽകിക്കൊടുത്തു. അവരുടെ കയ്യിലേക്ക് തന്നെ അത് വന്ന് കയറി. അപ്പോൾ ആ പ്രിയപ്പെട്ട ബ്രദർ ഫാമിലി എന്നോട് പറഞ്ഞത്, കർത്താവിൻ്റെ ദാസനെ, വിശ്വാസത്തിൻ്റെ ചുവടുകൾക്ക് വളരെ ശക്തിയാണുള്ളത്. അവിശ്വാസം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ വിശ്വാസം നമ്മളെ മുൻപോട്ട് വഴി നടത്തുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് ചുവടുകൾ വെക്കുക. എല്ലാം നശിപ്പിക്കുമെന്നും എല്ലാം തീരുമെന്നും ലോകം പറയുമ്പോൾ വിശ്വാസ കണ്ണാലെ നിങ്ങൾ കാണുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ദൈവത്തിന് സ്തോത്രം. വളരെ പെട്ടെന്ന് ഞാൻ ആ ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് അതേ ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വമേധദാനത്തോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, ഞാൻ നിനക്ക് ഖനനയാഗം കഴിക്കും. ദൈവത്തിൻ്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും. ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണെന്ന് ചൊല്ലി, ദൈവം നല്ലവനാണ് പറ, ദൈവം നല്ലവനാണെന്ന് പറ. ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെയൊക്കെ ചൊല്ലിയാണ് യഹോശാബാത്തിനെ പോലെയുള്ളവർ യുദ്ധത്തിൽ പോലും വിജയിച്ചത്. ദൈവം നല്ലവനാണ്, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യം ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ 7-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. അപ്പോൾ ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ആ മാവോൻ മരുവിൽ ആ പർവ്വതത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് പിടിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അത്ഭുതകരമായ ഒരു ദൈവത്തിൻ്റെ വഴികൾ എന്താ? ശത്രുക്കളെ പോലും തൻ്റെ ഭക്തന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവം, പ്രതിസന്ധികളെ തൻ്റെ ഭക്തൻ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം, ഫെലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കത്തക്കവണ്ണമുള്ള അല്ലെങ്കിൽ എതിരായി വരത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ദൈവത്താൽ ഒരുക്കപ്പെട്ട് തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വഴിയില്ലാതെ നിൽക്കുമ്പം ദൈവമേ ഞാൻ എന്തു പറയും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു നല്ല ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 3 കാര്യങ്ങൾ 54-ാം സങ്കീർത്തനത്തിൽ നിന്ന്. 1, ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. 2, ദൈവം എൻ്റെ സഹായകനായി കൂടെയുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ. 3, ദൈവം വിടുവിച്ചതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിടുതൽ കിട്ടുന്നതിന് മുമ്പേ അതേ സ്തോത്രം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, ഇല്ലേ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ 54-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയും. ദൈവഭക്തൻ നിസ്സഹായനായപ്പോൾ തുറക്കപ്പെട്ട വഴികൾ എത്രയോ അത്ഭുതകരമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വഴികൾ തുറക്കണം. ഈ ജീവിതത്തിൽ വഴിയില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നിൽക്കും. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. നാശത്തിലേക്ക് പോയ മാനവജാതിയെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ പിതാവ് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച വഴിയാണ് ക്രിസ്തു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വഴിയിലൂടെ അല്ലാതെ ഞാൻ തന്നെ വാതിലെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്കുള്ള നിത്യജീവനും രക്ഷയും സകല ദൈവിക സൗഭാഗ്യങ്ങളും ഈ വാതിലിലൂടെ ഞങ്ങൾ അകത്ത് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സഹായിക്കട്ടെ.